ഇനി നിങ്ങൾക്ക് അറിയുന്ന അടുത്ത ഷിഫ്റ്റാണ് നമ്മുടെ ദേവാസുര സിനിമ അല്ലേ. ദേവാസുര സിനിമ തുടങ്ങുമ്പോൾ അതിലെ ലാലേട്ടൻ്റെ കഥാപാത്രം എങ്ങനെയാണ്? നെഗറ്റീവ് കഥാപാത്രമാണ് അല്ലേ. കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, അയാൾ തന്നെ പറയുന്നുണ്ട് അല്ലേ. നീലാണ്ടനെ കടക്കാൻ 6 അടി മണ്ണ് മതി, ബാക്കിയൊക്കെ നമുക്ക് വിറ്റ് തുളയ്ക്കാടോ എന്ന് പറയണില്ലേ, ഇന്നസെന്റിനോട് പറയണില്ലേ. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ചോദിക്കണില്ലേ ഇല്ലേ. ഇയാളുടെ തെമ്മാടിത്തരം സഹിക്കാൻ പറ്റാണ്ട് അമ്മ എന്ത് ചെയ്തു? സ്വന്തം വീട്ടിലേക്ക് പോയി. എല്ലാ പരിപാടിയുണ്ട്, ബീഡി വലിയുണ്ട്, കഞ്ചാവ് വലിയുണ്ട്, പൊടി വലിക്കുന്നുണ്ട്, മുറുക്കുന്നുണ്ട്, അതിൽ തന്നെ കാണിക്കുന്നുണ്ട്, പല പല സിറ്റുവേഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇയാൾ അഹങ്കരിച്ചിരുന്ന ഒരു സാധനമുണ്ട്. എന്താ സാധനം? ഇയാൾ അറിഞ്ഞും അറിയാതെ എപ്പോഴും പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ സാധനം കയറി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ മംഗലശ്ശേരി മാധവമേനോൻ്റെ മകനാണ്. ആ പാരമ്പര്യമാണ് അയാളുടെ അഹങ്കാരത്തിന് വഴിതെളിയിച്ചത്. അച്ഛനുണ്ടാക്കി കോടിക്കണക്കിന് സ്വത്തുക്കൾ, ഇഷ്ടംപോലെ സ്ഥലം, അവിടെ കിട്ടുന്ന ആദായം, തേങ്ങ, അതൊക്കെ കൊണ്ട് വിറ്റിട്ട് സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് അഹംബോധം ഉണ്ടായിരുന്നു, ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തി അവരുടെ അമ്മ വെളിപ്പെടുത്തുകയാണ്, സ്വന്തം അമ്മ വെളിപ്പെടുത്തുകയാണ്. എന്താ വെളിപ്പെടുത്തണേ? നീ ആ വലിയ മനുഷ്യൻ്റെ മകനല്ല, വിവാഹത്തിന് മുമ്പ് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നീ. പക്ഷെ ആ നല്ല മനുഷ്യൻ തന്നെ കൈവിട്ടില്ല, സ്വന്തം മോനെ പോലെ വളർത്തിയെന്ന് അമ്മ പറയുന്നൊരു ഘട്ടമുണ്ട് അല്ലേ. അതോടുകൂടി എല്ലാം തീർന്നില്ലേ? അയാൾ അതുവരെ അഹങ്കരിച്ചിരുന്ന അയാളുടെ ഇൻഡ്യൂഷൻ അവിടെ തീർന്നു. ഓക്കെ, ഒരു പിഴച്ചു പറ്റ മകനാണെന്ന ബോധ്യം അയാൾക്ക് ഉണ്ടാവുകയാണ്. ഇതുവരെ എൻ്റെ ജീവിതം ഒരു വലിയ മനുഷ്യൻ്റെ ഔദാര്യമാണ്, അയാൾ ദാനം തന്ന ജീവിതമാണ് എൻ്റെ ജീവിതം എന്ന ബോധ്യം അയാൾക്ക് അവിടെ ഉണ്ടാവുമല്ലേ. അവർക്ക് വേണമെങ്കിൽ ആ കുട്ടീനെ ഉപേക്ഷിക്കായിരുന്നു, പിഴച്ചു പറ്റ മകനെ ഉപേക്ഷിക്കായിരുന്നില്ലേ. ആ ദാനത്തിൻ്റെ മുകളിലാണ് ഞാനെന്ന വ്യക്തി ഇന്നിവിടെ ജീവിക്കുന്നതെന്നുള്ള ഒരു ഇൻഡ്യൂഷൻ അയാൾക്കുണ്ടായി. അവിടുന്ന് ഷിഫ്റ്റ് വന്നു അല്ലേ. പിന്നെ അയാൾ പോസിറ്റീവ് കഥാപാത്രമായിട്ട് മാറി അതിലേ. ഓക്കെ, ഇന്നും ആ ഇൻഡ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കഥാപാത്രം നമ്മൾ ഓർമ്മിക്കുമോ? ഫുൾ നെഗറ്റീവ്, ആദ്യം തൊട്ട് അവസാനം വരെ നെഗറ്റീവാണ്. നമ്മൾ അത് കുത്തുകൊട്ടിച്ചാവട്ടെ എന്ന് വിരിക്കും അല്ലേ. ലാലേട്ടനാണെങ്കിലും കഥാപാത്രം അങ്ങനെയാണ്, നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ. അവിടെ ഷിഫ്റ്റാണ്. റൈറ്റ്.